ഇന്ത്യ ഒരു 7.6 ലക്ഷം കോടി മുടക്കിക്കൊണ്ട് ഒരു ഭീമമായ ഒരു ഡാം പദ്ധതി ആ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയാണ്. ഇത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ഈ ഒരു ഡാം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 1.7 ലക്ഷം കോടി മുതൽ മുടക്ക് പ്രാഥമികമായിട്ട് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് ഈ അസം, മേഘാലയ, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ് ഈ മേഖലകളിലായിട്ട് മെയിനായിട്ട് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗത്തോട്ടാണ് ഈ ഡാം വരിക. ആദ്യം അരുണാചൽ പ്രദേശിന്റെ സൈഡിൽ ഒരു ഡാമിനാണ് പ്രോജക്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അവിടെ ഗ്രേറ്റ് ബെൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ബ്രഹ്മപുത്ര നദി ഇങ്ങനെ വളഞ്ഞു വന്ന് അരുണാചൽ പ്രദേശിലേക്ക്, അതായത് ടിബറ്റിന്റെ ആ ഒരു മേഖലയിൽ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് കയറുന്ന അവിടെ ഒരു വളവുണ്ട്, ഒരു ബെൻഡ്, അതിനാണ് ഗ്രേറ്റ് ബെൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ചൈന ഒരു ഡാം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചൈന നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു ഹിഡൻ സീക്രട്ട് ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ടിബറ്റിന്റെ തൊട്ടടുത്ത് ആ ഒരു ഡാം പണിയുന്നതിന് പകരം കുറച്ചുകൂടെ താഴോട്ട് അസം, അതേപോലെ മേഘാലയ ആ ഒരു സ്റ്റേറ്റുകളുടെ ഏരിയയിലായിട്ട് ഈ ഒരു ഡാം പണിയാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ ബംഗ്ലാദേശിന് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ശരിക്കും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ കൂടിയാണ്. 1.97 ലക്ഷം കോടി ഇനിഷ്യലി ബഡ്ജറ്റ് ഒതുക്കിയിട്ടുണ്ട്. 4.5 ലക്ഷം കോടി രണ്ടാം ഘട്ടത്തിൽ മുടക്കും. ഇത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് 2047 അപ്പോൾ ഇതൊരു ലോങ് പ്രോജക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് ഇസ്രായേൽ ഗാസ അഥവാ ഹമാസ് ആ ഒരു പീസ് ഡീൽ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച തുടങ്ങണം എന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ, ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി ഇവരൊക്കെ ചേർന്ന് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആസ് പെർ ഹമാസ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ഹമാസ് ആവശ്യപ്പെടുന്നു 1967 ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു മാപ്പ്, അതിന്റെ അടിസ്ഥാനത്തിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇസ്രായേൽ ഇത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ നിർണായകമായിട്ട് വരുന്നൊരു വിഷയം. ഈ ട്രംപ് വിചാരിക്കുന്ന പോലെ ഞാനും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കുറെ അറബ് രാജ്യങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈജിപ്തിൽ വെച്ചിട്ട് ഒരു ഒപ്പിട്ടുടനെ തീരുന്ന പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല പ്രശ്നം. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രംപ് ഇത് അറിയുന്നുണ്ട്, ട്രംപ് ഇതിൽ അഗ്രഗണ്യനാണ്, ട്രംപ് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും എന്നൊക്കെ ഉണ്ട്. ട്രംപിന്റെ ഈ ഒരു സൂപ്പർ പവർ കൊണ്ടാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത്. വളരെ പവർഫുൾ ആണ് അമേരിക്ക എന്നൊക്കെ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല? ഉക്രൈനിലെ സെലൻസ്കി ഇന്നലെ ട്രംപിനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതായത് പുള്ളിക്ക് ഒരു ഹോപ്പ് കിട്ടിയിട്ടുണ്ട്. അത്രേ എന്താണ് ഒരു ഹോപ്പ്, ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ. ട്രംപ് ഇതാ ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ആ രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു വിശ്വാസം കിട്ടിയിട്ടുണ്ട്, ട്രംപിനെ ഞാൻ വിശ്വസിക്കുന്നു, അപ്പൊ അതുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധവും ഈ രീതിയിൽ അവസാനിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സെലൻസ്കി. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ ഗാസ ആ വിഷയത്തിന്റെ ആ ഒരു മാതൃകയെ അല്ല റഷ്യ ഉക്രൈൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. സെലൻസ്കിക്ക് അത് മനസ്സിലായിട്ടില്ല, പക്ഷേ ഇത് കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് എന്താണ് എക്സാക്ട്ലി ഗാസ വിഷയം, എന്താണ് ശരിക്കും റഷ്യ ഉക്രൈൻ യുദ്ധം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ വേറെ ഒന്നുമില്ല, ഒരു പാകിസ്ഥാനി സോൾജർ അഫ്ഗാനിസ്ഥാന്റെ അടുത്ത് കാല് പിടിക്കുകയാണ്. അതായത് ഞാൻ അറിയാതെ പാക് ആർമിയിൽ ചേർന്നതാണ്, ഞാനിനി പാക് ആർമിയുടെ ആ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോലും പോയി എത്തി നോക്കത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചോടി പോയി ജീവിച്ചോളാം, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് താലിബാനികളുടെ അടുത്ത് കാലെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പം അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഭയങ്കര ആഘോഷങ്ങൾ, പാകിസ്ഥാന്റെ ഉള്ളിൽ ആഘോഷം നടത്താൻ പറ്റത്തില്ല. കാരണം അതിന് വേറെ വിഷയമുണ്ട്. അതിന് വേറെ വിഷയമൊന്നുമില്ല, TLP എന്ന് പറഞ്ഞ പാർട്ടി പാകിസ്ഥാനെ അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു മാപ്പ് കാണിക്കുന്നുണ്ടല്ലോ, ഈ മാപ്പിൽ ഈ ഗ്രീൻ കളർ കാണിക്കുന്ന ഏരിയയിലൊക്കെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അതിന്റെ തൊട്ടടുത്ത് യെല്ലോ കളർ ഷെയ്ഡുള്ള സ്ഥലത്ത്, അതായത് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ അടുത്തായിട്ട് ഡീപ്പ് റെഡ് കളറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചില സ്പോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ആ ലൊക്കേഷൻസിലെല്ലാം വെടിവെപ്പുകളാണ്. അവിടെയൊക്കെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. 150-ലധികം സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ വളരെ റിയാലിറ്റി ആയിട്ട് പാകിസ്ഥാനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാൻ പാലസ്തീനെ തേച്ചു, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഗാസയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കൻ പക്ഷത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഒരു സെക്യൂരിറ്റി വർക്കിന് പോകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സമ്മതം മൂളി, അതാണ് ഇതിന് പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അസീം മുനീറിനെതിരെയാണ്. അസീം മുനീറിന്റെ കോലം കത്തിച്ചും അസീം മുനീറിനെതിരെ കോശങ്ങൾ മുഴക്കിയുമാണ് ആൾക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഈ TLP എന്ന് പറഞ്ഞ പാർട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം അതിപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതില്ല, കാരണം കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടതുണ്ട്. ഈ TLP എന്ന് പറഞ്ഞ പാർട്ടിയെ ബാക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ ഈ പാകിസ്ഥാന്റെ ആർമിയാണ്. അവർക്ക് തന്നെയാണ് ഇപ്പൊ വിനയായിട്ട് അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാണ് ഇപ്പൊ TLP, അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ TLPക്ക് ഗ്രാസ് റൂട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ഈ മതവിശ്വാസികളെ, വിദ്യാഭ്യാസമില്ലാത്ത മതവിശ്വാസികളെ ആ ഒരു ദൈവവചനം എന്നുള്ള പേരിൽ റിലീജിയസ് സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ വെച്ചിട്ട് അവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ
ഈ രീതിയിലുള്ള ആശയങ്ങളിലേക്ക് പിടിച്ചു നിർത്താനും വളരെയധികം ശ്രമങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഈ TLP. അതിൽ അവർ ഒരു പരിധിവരെ സക്സസ്ഫുൾ ആണ്. ഇസ്രായേൽ ആണെങ്കിൽ 28 മൃതദേഹങ്ങൾ ഇനി ഇസ്രായേലിന് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഇസ്രായേൽ ആണെങ്കിൽ കഠിനമായ പ്രഷർ, അതായത് രണ്ടാം ഘട്ട ചർച്ച, ഗാസയ്ക്കുള്ളിലുള്ള ഇസ്രായേലിന്റെ ഫർദർ എവാക്യുവേഷൻ, ഇതൊക്കെയാണ് ഹമാസിന്റെ സൈഡിൽ നിന്നും സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ട്രംപ് വന്നു, നെസറ്റിൽ സംസാരിച്ചു. ട്രംപ് നെതന്യാഹുവിനെയും അതേപോലെ ഇസ്രായേലിനെയും പുകഴ്ത്തി സംസാരിച്ചു. ഇസ്രായേലും അതേപോലെ ട്രംപിനെ പുകഴ്ത്തി സംസാരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കഴിഞ്ഞു. എല്ലാ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീർന്നു. പക്ഷേ നെതന്യാഹു വീണ്ടും ബാക്ക് ടു ദ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് 28 മൃതശരീരങ്ങൾ ഇസ്രായേലിൽ എത്തിക്കണം. അത് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ IDF വീണ്ടും യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റിമാർക്കബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ഇന്നലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രംപ് ഇടപെട്ടിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ഹമാസ് എത്രയും വേഗം നിങ്ങൾ ഈ ബോഡി കൈമാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ 10 മണിക്കുള്ളിൽ ഈ 4 ബോഡികൾ ഇന്നലെ രാത്രി തന്നെ കൈമാറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മണിയാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയി കൊല്ലപ്പെട്ട അഥവാ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബക്കാർ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഇവരെല്ലാം തന്നെ നെതന്യാഹുവിന്റെ മേലിൽ നല്ല പ്രഷർ ഇടുന്നുണ്ട്. അതായത് നിങ്ങൾ ജീവനോടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു, വളരെ സന്തോഷമാണ്, പക്ഷേ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും ഇതേപോലെ തന്നെ അവർ മരണപ്പെട്ടാലും അവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ജീവനുള്ളവർക്ക് കൊടുത്ത പരിഗണന അതേപോലെ ഈ ബോഡികൾക്കും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കുടുംബക്കാർ നല്ല രീതിയിൽ പ്രഷർ ഇടുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ബോഡികളും നിങ്ങൾ ഇസ്രായേലിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് തകൃതിയായിട്ട് ഹമാസ് ബിൽഡിംഗ് റബിൾസ് ഒക്കെ ഇപ്പൊ മാന്തി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും ഇന്ന് രാവിലെ മൊസാദ് ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ ഹമാസ് ഒക്ടോബർ 7 അന്ന് കുറെ ആൾക്കാരെ ബന്ദികളാക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഈ ഗാസയ്ക്കുള്ളിൽ. അപ്പൊ അതിൽ ജീവനോടെ കൊണ്ടുപോയ ആൾക്കാരുണ്ട്. അപ്പൊ അതേസമയം പിടിച്ചോണ്ട് പോയ സമയത്ത് തന്നെ കൊല്ലപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. ആ കൊല്ലപ്പെട്ട ആൾക്കാരുടെ മൃതശരീരങ്ങളോട് ഇവർ കാണിച്ച അനാദരവ്, ഇവരെ തെരുവിലിട്ട് ചവിട്ടി ഇഴച്ച് ഇവർ കാക്കിച്ച് തുപ്പുകയും ഇതേപോലത്തെ പല മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിപാടികൾ, അതായത് ഒരു ബോഡിയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ ക്രൂരതകളും ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുട്ടേജ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് ഗാസയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള CCTVയിൽ കിട്ടിയ ദൃശ്യങ്ങളാണ്. തെരുവിലൂടെ ഇവർ എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്, ഒരു യഹൂദന്റെ ബോഡിയോട് ഇവർ ഏത് തരത്തിലുള്ള അനാദരവാണ് കാണിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ CCTV ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫുട്ടേജാണ് അവർ പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ പറയുന്ന ഫുട്ടേജുകളെല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. കാരണം ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് വാട്സപ്പ് ചാനലിലായിരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് 4 ബോഡികളല്ല, ഞങ്ങൾ 6 ബോഡികൾ റിലീസ് ചെയ്യാമെന്ന് ഇപ്പൊ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. 6 ബോഡികൾ. ഈ മൃതശരീരങ്ങൾ തിരിച്ച് ഇസ്രായേലിൽ എത്തുന്നത് വരെ റഫ ഗേറ്റ് ഓപ്പൺ ആക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഫ ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കില്ല. അതേപോലെ എയ്ഡ് ട്രക്കുകൾ ലിമിറ്റ് ചെയ്യും, അത് പറഞ്ഞിട്ടുണ്ട്. എയ്ഡ് ട്രക്കുകൾ ലിമിറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി സുഭിക്ഷമായിട്ട് അവിടെ കഴിഞ്ഞുകൂടാമെന്ന് വിചാരിക്കേണ്ട. പഴയതിലും കഠിനമായ രീതിയിൽ ഇസ്രായേലിന് റിറ്റാലിയേറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് തിരിച്ച് വന്ന് ഞങ്ങൾക്ക് അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പറഞ്ഞ വാക്ക് പാലിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ദിമോചനം എന്ന് പറഞ്ഞാൽ 20 പേരെ തരിക എന്നുള്ളതല്ല. ബന്ദിമോചനം എന്ന് പറഞ്ഞാൽ 48 ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലിലേക്ക് കൈമാറാം എന്നുള്ളതാണ് നിബന്ധന. ഇസ്രായേൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് 2000 പാലസ്തീൻ തടവുകാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിട്ടയച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല പറയാൻ ഹമാസിന്. അപ്പൊ തീർച്ചയായിട്ടും ഹമാസ് ഇപ്പം ഈ പിടിച്ചോണ്ട് പോയ ആൾക്കാരെ ഇപ്പൊ തെരഞ്ഞു നടക്കാണ്. ഈ ബോഡികൾ എവിടെയൊക്കെയാണ് ഇപ്പം കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള തെരച്ചിലാണ്. ഇനിയിപ്പോ ഇത് കണ്ടുപിടിച്ച് കൊടുക്കാൻ തന്നെ ഒരു ടൈം വേണ്ടി വരും. ഹമാസ് ഇതുവരെ ഗാസയ്ക്കുള്ളിൽ 30 സിവിലിയൻസിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ 2-3 ദിവസത്തിനുള്ളിൽ 30 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഇതിലും കണക്ക് വളരെ വലുതാണ്. പക്ഷേ വരുന്ന വാർത്ത അനുസരിച്ച് 30 എന്നാണ് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും എത്ര പേരെയാണ് ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇന്ന് യെല്ലോ ലൈൻ ഉണ്ടല്ലോ, ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് ഒരു പാലസ്തീനിയൻ അഥവാ ഹമാസ് അഥവാ ഗാസ നിവാസി ക്രോസ് ചെയ്ത് IDF ട്രൂപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി വരുന്നത്. ആ സാഹചര്യത്തിൽ IDF ട്രൂപ്പ് വെടിവെക്കുകയും ആ ഒരു പാലസ്തീനിയൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതിപ്പോ ട്രംപിന്റെ ഗാസ പീസ് ഡീൽ എന്ന് പറഞ്ഞ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യ അറ്റാക്കാണിത്, ഫസ്റ്റ് അറ്റാക്ക്. യുദ്ധമൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ നടന്ന് എല്ലാം തീർന്ന് ഗാസ തവിടുപൊടിയായി കിടക്കുന്നെങ്കിലും ഗാസയെ റീബിൽഡ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതികളുമായിട്ട് ശതകോടീശ്വരന്മാർ ക്യൂവിൽ നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പൈസ ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യബോധമാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിൽ UAE വരുന്നുണ്ട്, സൗദി അറേബ്യ വരുന്നുണ്ട്, ട്രംപിന് തന്നെ ഇതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പൊ ക്യൂവിൽ നിൽക്കുകയാണ് ഈ രീതിയിൽ. അതായത് ആർക്ക് അവസരം കിട്ടും, അതാണ് ഇപ്പൊ പൊതുവിൽ ഇപ്പൊ എല്ലാം അമേരിക്കയുടെ മുന്നിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അവസരം തരുമെന്ന് പറഞ്ഞുകൊണ്ട്
അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് UAE അൽ ഹബ്തൂർ എന്ന് പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഇതിലേക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിനാണോ ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ UAEക്കാണോ ലോട്ടറി അടിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് കണ്ടറിയണം. കാരണം ഖത്തർ ഇപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ ഇതിന് പുറകിലുണ്ട്. ഖത്തർ ഈ ഒരു ഗാസ റീകൺസ്ട്രക്ഷനിൽ വളരെയധികം ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ്. പിന്നെ അതിലുപരിയായിട്ട് ഹമാസാണ് ഇത്രയും കാലം ഈ ഖത്തറിൽ നിന്നുള്ള ഫണ്ട് വാങ്ങി ഈ കൺസ്ട്രക്ഷൻ എന്നുള്ള പേരിൽ ശതകോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം തന്നെ തീവ്രവാദികളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് ഇസ്മായിൽ ഹാനിയ പോലത്തെ ആൾക്കാർ. അപ്പൊ ഈ ഹമാസിന്റെ തലപ്പത്തിരിക്കുന്ന കംപ്ലീറ്റ് നേതാക്കൾക്കും പൈസ ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ വർക്കിലാണ്. ഓരോ ഏരിയ തിരിച്ചിട്ട് ഓരോരുത്തർക്ക് കോൺട്രാക്ട് കിട്ടും. ആ കോൺട്രാക്ടിന്റെ പേരിൽ ബില്യൺ കണക്കിൽ US ഡോളർ അവർ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണ അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹമാസ് ആണെങ്കിൽ ആ എത്രയാണോ ഒരു 40% ഗാസ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 40% ഗാസയ്ക്കുള്ളിൽ വളരെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും നമുക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പോകുന്നു, ഇസ്രായേൽ എന്ത് തരത്തിലുള്ള നടപടികളാണ് ഫ്യൂച്ചറിൽ എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു 4 സാഹചര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 4 സിറ്റുവേഷൻസ്. ആ 4 സിറ്റുവേഷൻ ഒന്ന് അമേരിക്കയുടെ സൈഡിൽ ഒന്ന് അമേരിക്കൻ വ്യൂ പോയിന്റ്, ഇനി ഒന്ന് അറബ് രാജ്യങ്ങളുടെ വ്യൂ പോയിന്റ്, മൂന്നാമത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ പോയിന്റ്, നാലാമത് ഗാസയിലെ ഹമാസിന്റെ സൈഡിൽ അഥവാ പാലസ്തീൻ അതോറിറ്റി ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ്. ഈ 4 സൈഡിലുള്ള വ്യൂ പോയിന്റ് പറയുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം. അപ്പൊ എന്തായാലും കുറെ കറന്റ് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.